എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിൽ ഗണ്ടിയിലുള്ള ഗാന്ധി മണ്ഡപത്തിലാണ്. ഞങ്ങളിപ്പോൾ മഹാത്മാഗാന്ധി മ്യൂസിയത്തിലോട്ട് പോവുകയാണ്. ഗാന്ധിയുടെ പഴയകാല ഓർമ്മകളെ, പഴയകാല പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മ്യൂസിയമാണ്. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയാണ്. ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഇത് മരത്തിൽ കൊത്തിയെടുത്ത ഒരു മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് ഇരിക്കുന്നത്. ഇതും മരത്തിൽ കൊത്തിയതാണ്. ഗാന്ധി ഒരു സത്യാഗ്രഹത്തിലാണ്. ആ സമയത്ത് തൊട്ടടുത്ത് ഇന്ദിരാഗാന്ധി ഇരിക്കുന്നതാണ്. ഇന്ദിരാഗാന്ധിക്കപ്പോൾ 6 years old, 6 വയസ്സ് പ്രായമുള്ള ഇന്ദിരാഗാന്ധിയുടെ ചിത്രമാണത്. ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഗാന്ധിയും നെഹ്റുവും, ഗാന്ധി ഇൻ ദി പ്രിസൺ, ജയിലിൽ കിടക്കുന്നതാണ് ഗാന്ധി. അപ്പോൾ ഉള്ള ഫോട്ടോയാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഫോട്ടോയാണിത്. 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഫോട്ടോ. സൗത്ത് ആഫ്രിക്കയിലുള്ള ഫോട്ടോയാണ്. ഗാന്ധിജിയുടെ വൈഫ് കസ്തൂർബ ഗാന്ധിയായിട്ടുള്ള ഫോട്ടോയാണ്. പുത്ലിബായി, ഗാന്ധിയുടെ അമ്മ. മഹാത്മാഗാന്ധിയുടെ വൈഫ് കസ്തൂർബ ഗാന്ധി. ഒരുപാട് ഫോട്ടോകളുണ്ട്. രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധിയും. ജുഹു ബീച്ച്, ഗാന്ധിയും ഖന്നായും. ഗ്രാൻഡ്സൺ ഖന്ന.
മഹാത്മാഗാന്ധി ഉപയോഗിച്ച കണ്ണാടി, ചെരുപ്പ്, ക്ലോക്ക്, പാത്രം, ചാർലി ചാപ്ലിൻ വിത്ത് ഗാന്ധിജി ഫോട്ടോസ് ആയിട്ടാണ് ചാർലി ചാപ്ലിൻ്റെ യഥാർത്ഥ മുഖം കാണുന്നത്. നമ്മൾ എല്ലാം സിനിമയിൽ കാണുന്നത് മുറിമീശ വെച്ചുള്ള ചാർലി ചാപ്ലിനെയാണ്. ആദ്യമായിട്ടാണ് ചാർലി ചാപ്ലിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം കാണുന്നത്. ഗാന്ധി മണ്ഡപത്തിലെ ഒരു ഓപ്പൺ സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പരിപാടി നടന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് ജനങ്ങളിരിക്കുന്ന ഗ്യാലറിയാണ്, ഒരു ഓപ്പൺ ഓഡിറ്റോറിയം. ഗാന്ധി ജയന്തിക്കും മറ്റ് ആഘോഷങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇവിടെയാണ് പ്രോഗ്രാമുകളൊക്കെ അരങ്ങേറുന്നത്. മണ്ഡപത്തിലെ സന്ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മുൻവശത്തുള്ള അതിമനോഹരമായ ഗാർഡനിലാണ്. ചെന്നൈയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ മണ്ഡപം ഒന്ന് സന്ദർശിക്കണം. ഗാന്ധിജിയുടെ പഴയകാല ഓർമ്മകൾ വിളിച്ചുണർത്തുന്ന അതിമനോഹരമായ ഒരു മണ്ഡപമാണിത്. ചെന്നൈയിൽ വന്ന് കാണുവാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ. സ്നേഹപൂർവ്വം ചെന്നൈ തോഴൻ.